അദാനി ഉൾപ്പെട്ട യുഎസിലെ കൈക്കൂലി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ വീണ്ടും പാർലമെന്റിൽ പ്രതിഷേധിച്ചു. ഇതുവരെ കാണാത്തൊരു പ്രതിഷേധവുമായാണ് നേതാക്കൾ എത്തിയത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് എംപിമാരായ മാണിക്യം ടാഗോറും സപ്തഗിരി ശങ്കർ ഉലഗയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖംമൂടി ധരിച്ച് പരിഹസിച്ചു. ഇരുവരും അദാനിയും മോദിയുമായി പെരുമാറുകയും രാഹുൽ ഗാന്ധി ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാനായിരുന്നു രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ് എല്ലാ കാര്യവും ചെയ്യാറുള്ളത്. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് മുഖംമൂടി ധരിച്ച എംപിമാർ പറയുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ മുഖംമൂടി ധരിച്ചിരിക്കുന്ന തന്റെ സഹപ്രവർത്തകനെ ചൂണ്ടിക്കാണിച്ച് അദാനിയുടെ മുഖംമൂടി ധരിച്ച കോൺഗ്രസ് നേതാവ് ഞാൻ എന്തു പറഞ്ഞാലും അയാൾ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതേസമയം നവംബർ 20-ന് സമ്മേളനം ആരംഭിച്ചതു മുതൽ അദാനിക്കെതിരായ യുഎസിലെ കൈക്കൂലി ആരോപണത്തെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കിയതിന് കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. മോദിക്കെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം തന്നെ ഉയർത്തിയിരുന്നു. ഗൗതം അദാനി ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കുറ്റാരോപണം. യുഎസിലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നും യുഎസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിക്കുന്നുണ്ട്. അദാനി അനന്തരവൻ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവുകൾ, അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൻ കബനിയസ് എന്നിവർക്കെതിരെയും തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും വഞ്ചനയ്ക്കുമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. മൾട്ടി ബില്യൺ ഡോളർ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തിയ യുഎസ് നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചതായും ആരോപിക്കുന്നുണ്ട്. 265 മില്യൺ കൈക്കൂലി നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 20 വർഷത്തിനുള്ളിൽ ഈ കരാറുകളിൽ നിന്ന് $200 കോടി ലാഭമുണ്ടാക്കാൻ ഉന്നമിട്ടെന്നും പറയുന്നു. അദാനി ഗ്രീൻ എനർജിക്കായി $3 ബില്യൺ വായ്പയെടുക്കാൻ ഗൗതം അദാനി, സാഗർ അദാനി, വിനീത് ജെയിൻ എന്നിവർ വായ്പക്കാരിൽ നിന്നും കൈക്കൂലിക്കാര്യം മറച്ചുവെച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്തായ വ്യവസായി ഗൗതം അദാനിക്കും അനന്തരവനും എതിരായ കോഴ ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ വ്യാഴാഴ്ചയും പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. അദാനിയും മോദിയും ഒന്ന്, അദാനി സുരക്ഷിതനാണ് എന്നെഴുതിയ സ്റ്റിക്കർ പതിച്ച വസ്ത്രമണിഞ്ഞായിരുന്നു പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം. അദാനിക്കെതിരായ സ്റ്റിക്കർ വസ്ത്രത്തിൽ പതിപ്പിച്ച് പ്രതിപക്ഷ എംപിമാർ എത്തിയത് സ്പീക്കർ ഓം ബിർളയെ ചൊടിപ്പിച്ചു. എംപിമാർ സഭയിൽ ഡ്രസ് കോഡ് പാലിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. ചട്ടം 349 പ്രകാരം ദേശീയ പതാകയുടെ ത്രിവർണ്ണ നിറമല്ലാതെ മറ്റൊരു ബാഡ്ജും പാടില്ലെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു. നടപടി പാർലമെന്ററി വിരുദ്ധമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു. അദാനി കോഴ വിഷയത്തിൽ പ്രവേശന കവാടത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചതിനെയും സ്പീക്കർ വിമർശിച്ചിരുന്നു. ഇതോടെ ലോക്സഭ സ്തംഭിച്ചു. ഇന്ത്യയെ വിഘടിപ്പിക്കാൻ താൽപര്യപ്പെടുന്ന വിദേശ ശക്തികളുമായി കോൺഗ്രസ് ഗൂഢാലോചന നടത്തുകയാണെന്ന ബിജെപി ആരോപണത്തെ ചൊല്ലിയുള്ള ബഹളത്തിൽ വ്യാഴാഴ്ചയാണ് ലോക്സഭാ നടപടികൾ സ്തംഭിച്ചത്. ശൂന്യവേളയിൽ ബിജെപിയുടെ നിഷികാന്ത് ദുബെയാണ് കോൺഗ്രസിനെതിരായി ആരോപണം ഉന്നയിച്ചത്. പെഗാസസ് ഫോൺ ചോർത്തലും മറ്റും പുറത്തുകൊണ്ടുവന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് എന്ന മാധ്യമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ അമേരിക്കയും വ്യവസായി ജോർജ് സോറോസുമാണ്. കോൺഗ്രസിന്റെ സഹായത്തോടെ ഇന്ത്യയിലും ഈ കൂട്ടുകെട്ട് അട്ടിമറിക്ക് ശ്രമിക്കുകയാണെന്നും ദുബെ ആരോപിച്ചു. കോൺഗ്രസ് എംപിമാർ പ്രതിഷേധിച്ചതോടെ സഭയിൽ ഒച്ചപ്പാടായി. ബിജെപി നുണ പറയുകയാണെന്നും പാർലമെന്റ് നടപടികൾ തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ അവർക്ക് താൽപര്യമില്ലെന്നും കോൺഗ്രസിന്റെ ഗൗരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. ബഹളം തുടർന്നതോടെ സ്പീക്കർ ഓം ബിർള 2 തവണയാണ് സഭ നിർത്തിവെച്ചത്. ഇന്ത്യൻ ഭരണ സംവിധാനത്തെയാകെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന് മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ആഘാതമാണ് അമേരിക്കയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഹിന്ദുത്വ വർഗീയതയുടെ പ്രതീകമായ മോദി അമിത്ഷാ ദ്വന്ദ്വവും ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യരിൽ ഒരാളായി വളർന്നു കഴിഞ്ഞ ഗൗതം അദാനിയും ചേർന്ന അവിശുദ്ധ സഖ്യത്തിന്റെ കഴുത്തിൽ എളുപ്പം രക്ഷപ്പെടാനാകാത്ത വിധം പ്രതിസന്ധിയുടെ ഊരാക്കുടുക്ക് മുറുകിയിരിക്കുന്നു. സൗരോർജ്ജ കരാറിന് 2029 കോടി കോഴ നൽകിയതിന്റെ പേരിൽ ഗൗതം അദാനിക്കും 8 കൂട്ടാളികൾക്കും അമേരിക്കയിലെ ന്യൂയോർക്ക് ഗ്രാൻഡ് ജൂറി കുറ്റപത്രം സമർപ്പിക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തത് ആ വ്യവസായ ഗ്രൂപ്പിന്റെ തകർച്ചയുടെ ആരംഭമായി പ്രവചിക്കുന്നവരുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾക്ക് വൻ തകർച്ച നേരിട്ടു. കെനിയ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ബംഗ്ലാദേശിലും ഓസ്ട്രേലിയയിലും ഒക്കെ തുടങ്ങിയ അദാനി ഗ്രൂപ്പിന്റെ പ്രൊജക്ടുകളുടെ ഭാവിയും ഇതോടെ പ്രതിസന്ധിയിലാണ്.